ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ പോന്നപ്പോ അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോടി മോളെ? ആരും ഒന്നും ചോദിച്ചില്ല. എല്ലാവരും ഇപ്പൊ രാധിക്കുമെന്ന ധൈര്യത്തിന്റെ അമ്പരപ്പിലല്ലേ? പൊട്ടണം. നമുക്കെതിരെ നിൽക്കുന്നവരൊക്കെ പൊട്ടണം. CI സാർ ഇപ്പൊ വരും. എന്താ സാറ് എന്നെ മോളെയും കണിമംഗലത്ത് കൊണ്ടുപോയി നിർത്തിയപ്പോ അവരിനി ഞങ്ങളെ ദ്രോഹിക്കില്ല എന്നാ ഞങ്ങൾ കരുതിയത്. പക്ഷെ ഇത് കണ്ടോ സാറേ, എന്റെ കൊച്ചിന്റെ കൈ കണ്ടോ? കണ്ടോ കണ്ടോ സാറേ, കണിമംഗലത്ത് ജയഭാരതി അടിച്ചതാ ഇതൊക്കെ. പിടിച്ചു മാറ്റാൻ ചെന്ന എന്നെയും തല്ലി സാറേ. ഇത് കണ്ടോ? കണ്ടോ ഈ കൈ? സാറേ നല്ല തല്ലായിരുന്നു. കൊല്ലാനായിരുന്നു അവരുടെ തീരുമാനം. മിണ്ടാതിരിക്കും മോളെ. തല്ലി തോൽപ്പിക്കാൻ അവര് തീരുമാനിച്ചപ്പോ ഞാൻ സാറിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്താനാ അവളുമാര് പറഞ്ഞേ. സാറിനെ പെരുവഴിയിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടുണ്ട്. ഇനി അതിനും മടിക്കില്ല എന്ന് പറഞ്ഞു. സാറേ ഞങ്ങളെ ഒരാവശ്യമില്ലാതാ സാറേ തല്ലിയത്. സാറിനെ ഞങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു പേടിയില്ല സാറേ. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാണോ? അതെ സാറേ. വാക്കത്തിയും കത്തിയും എടുത്ത് കഴുത്തിൽ വെച്ചാ പേടിച്ചു പോവില്ലേ സാറേ? ഈ നാട്ടില് നിയമത്തിനൊന്നും വിലയില്ലേ? സാറിന് ഒരു വിലയില്ലേ? സാറിനെ കൊണ്ട് ഇത് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ സാറ് പറ, ഞാൻ ഇതിനെ കൊന്നിട്ട് എവിടെയെങ്കിലും പോയി ചാടിച്ചാവാ സാറേ. അയ്യോ അതൊന്നും വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യ, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. എന്നിട്ട് എന്തിനാ സാറേ? അവിടെ നിന്നൊരു പോലീസുകാരെയും കൂട്ടി ഏതെങ്കിലും സർക്കാർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം. സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എന്നിട്ട് എന്തിനാ സാറേ? ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. നിങ്ങളെ ഉപദ്രവിച്ചവര് ഇനി സുഖമായിട്ട് ഉറങ്ങില്ല. പോരെ? മുത്തശ്ശി അയാളെ അവര് ചീത്ത പറഞ്ഞൊന്ന് പറഞ്ഞില്ലേ? അപ്പഴാ സിയക്ക് ശരിക്കും ദേഷ്യം വന്നു. എടീ, നമ്മുടെ ആവശ്യം നടക്കണമെങ്കിലേ അല്പ എരിവും പുളിയും കൂടുതൽ വേണം. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അല്ല, സിയ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സംശയം ഉണ്ടോടി? വനിതാ കമ്മീഷന്റെ ഉത്തരവോട് കൂടിയാ നമ്മൾ കണിമംഗലത്ത് പോയി നിന്നത്. നമ്മളെ തല്ലി ചതച്ചെന്ന് പറഞ്ഞാലേ നിയമം ലംഘിക്കല. CI മിക്കവാറും ഇന്ന് കണിമംഗലത്ത് കിടന്ന് കാവടി ആടും. വാ വാ.